Good morning, students. We are learning the 15th chapter, Work People Do. Last class we have started this, and there is a questions that is true or false in page number 95. All of you take page number 95 and write down the answers. First question: people work to earn money. That is a true. People work ചെയ്യുന്നത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ്, എവരി വൺ ഡസ് ദ സെയിം ടൈപ്പ് ഓഫ് വർക്ക്. എല്ലാവരും സെയിം ടൈപ്പ് വർക്കാണോ ചെയ്യുന്നത്? നോ. സോ ദി ആൻസർ ഈസ് ഫോൾസ്. എ ഡയറി ഫാമർ സെൽസ് മിൽക്ക് ഇൻ ദ മാർക്കറ്റ്. ഡയറി ഫാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക് മാർക്കറ്റിൽ വിൽക്കുകയാണ്. സോ ദി ആൻസർ ഈസ് ട്രൂ. എ പോൾട്രി ഫാമർ ഗ്രോസ് ഷുഗർ കെയിൻ. പോൾട്രി ഫാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്സ് ഒക്കെ അല്ലേ, ഹെന്നിനെ ഡക്കിനെയൊക്കെ വളർത്തി എഗ്ഗ് സെല്ല് ചെയ്യുന്നവരാണ് പോൾട്രി ഫാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആൻസർ ഫോൾസ്. All of you write the answers in your textbook. Next, forestry. Some areas in our country have dense forest. അതായത് നമ്മുടെ രാജ്യത്ത് ചില സ്ഥലങ്ങളിൽ എന്താണ്, ഭയങ്കര ഡെൻസായിട്ടുള്ള തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്, വലിയ വനങ്ങളൊക്കെയുണ്ട്. മെനി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദീസ് ഫോറസ്റ്റ്. ഇനി കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ദേ കളക്ട് ഗമ്മ്, വുഡ്, ഹണി, ഹെർബ്സ്, ലാക്ക് ആൻഡ് റബ്ബർ ഫ്രം ട്രീസ്. ഇനി ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോറസ്റ്റിൽ നിന്ന് ഡിഫറെൻറ്റ് തിങ്സ് കളക്ട് ചെയ്യാറുണ്ട്. ഗമ്മ് കളക്ട് ചെയ്യാറുണ്ട്, അതായത് പശ പോലത്തെ സാധനമൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വുഡ്, ഹണി, ഹെർബ്സ്, ലാക്ക് ആൻഡ് റബ്ബർ ഫ്രം ട്രീസ്. അതായത് മരത്തിൽ നിന്നാണെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്? അതിൻ്റെ റബ്ബർ പാലൊക്കെ എടുക്കാറുണ്ട് അല്ലേ. These raw materials are turned into furniture, matchsticks, packing boxes, പേപ്പർ, കാർഡ്ബോർഡ് ആൻഡ് മെനി അതർ തിങ്സ്. ഇനി ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫർണിച്ചർ, തടിയൊക്കെ കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കും, മാച്ച് സ്റ്റിക്ക്, പിന്നെ പാക്കിംഗ് ബോക്സസ് ഒക്കെ ഉണ്ടാക്കും, പേപ്പർ ഉണ്ടാക്കും, കാർഡ്ബോർഡ്, പിന്നെ കുറേ അതർ തിങ്സ് എല്ലാം ഈ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വി ഓൾസോ ഗെറ്റ് പേപ്പർ ഫ്രം ട്രീസ്. ട്രീസ് ഹൗ ടു കട്ട് ഇൻ ടു പേപ്പർ, ഹൗ ടു മേക്ക് പേപ്പർ. സോ വി വുഡ് നോട്ട് വേസ്റ്റ്. അതായത് ഈ മരത്തിൻ്റെ തടി അതിൽ നിന്ന് ഫാക്ടറീസിലൊക്കെ കൊണ്ടുപോയി അതൊരു പൾപ്പ് പോലൊരു സാധനമൊക്കെ ആക്കിയാണ് നമുക്ക് ഈ പേപ്പറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ട്രീസിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പേപ്പർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പേപ്പറൊന്നും അധികം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മുടെ ട്രീസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫോറസ്റ്റ്. നെക്സ്റ്റ് ഈസ് ഫിഷിംഗ്. ഫിഷിംഗ് ഈസ് ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് പീപ്പിൾ ഹു ലീവ് നിയർ ദ സീ. അതായത് കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവരുടെ ഒരു മെയിൻ ഒക്കുപ്പേഷനാണ് ഫിഷിംഗ്, മീൻപിടുത്തം. പീപ്പിൾ ഓൾസോ ക്യാച്ച് ഫിഷ് ഇൻ റിവേഴ്സ്, ലേക്സ് ആൻഡ് പോൺസ്. ഇനി എവിടെ നിന്നൊക്കെ മീൻ പിടിക്കാറുണ്ട്? നദിയിൽ നിന്ന്, ലേക്സിൽ നിന്ന്, പോൺസിൽ നിന്ന്. ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡാണ് ഫിഷ്. വി ഗെറ്റ് ഓയിൽ ആൻഡ് അതർ യൂസ്ഫുൾ തിങ്സ് ഫ്രം ഫിഷ്. ഇനി നമ്മൾ ഫുഡിന് വേണ്ടി മാത്രമല്ല, അതിൽ നിന്ന് ഓയിൽ എടുക്കാറുണ്ട്, മറ്റ് യൂസ്ഫുൾ തിങ്സ് ഒക്കെ ഈ ഫിഷിൽ നിന്ന് എടുക്കാറുണ്ട്. ഇന്ത്യൻ ഫിഷർമെൻ ക്യാച്ച് പ്ലെൻറ്റി ഓഫ് ഫിഷ്. അതായത് നമ്മുടെ ഫിഷർമെൻ ഒരുപാട് ഫിഷസ് ഒക്കെ ക്യാച്ച് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എക്സ്പോർട്ടഡ് ടു അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിലോട്ടും ഇത് എന്ത് ചെയ്യാറുണ്ട്? എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഉണക്കിയും അങ്ങനെ അല്ലാതെ ടിൻ ഫുഡാക്കിയൊക്കെ എന്ത് ചെയ്യും? മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫിഷർമെൻ ഫിഷിനെ ക്യാച്ച് ചെയ്യുന്നൊക്കെ ഒരു പിക്ചർ കാണാൻ പറ്റും. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഇനി നെക്സ്റ്റ് ഫാക്ട് വൈസ് എന്നും പറഞ്ഞ് ഒരു ബോക്സ് ഉണ്ട്, നോക്കിക്കേ. ഹാവ് യു എവർ വണ്ടേർഡ് ഹൗ ആനിമൽസ് ടോക്ക് ഇൻ മൂവീസ്? നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ആനിമേഷൻ മൂവീസൊക്കെ ഉണ്ടല്ലേ, ആനിമൽസൊക്കെ സംസാരിക്കുന്ന മൂവീസൊക്കെ. ദിസ് ഈസ് ഡൺ ബൈ വോയിസ് ഓവർ ആർട്ടിസ്റ്റ്. ഇതൊക്കെ എന്താണ്? ആർട്ടിസ്റ്റാണ് അല്ലേ. എ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് സ്പീക്സ് ദ ലൈൻസ് ബൈ ചേഞ്ചിങ് ഹെർ ഓർ ഹിസ് വോയിസ് ടു സ്യൂട്ട് എ ക്യാരക്ടർ. അതായത് ഓരോ ആർട്ടിസ്റ്റ് ഇങ്ങനെ അവരുടെ സൗണ്ട് ഓരോ ക്യാരക്ടറിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യും, അങ്ങനെ സംസാരിക്കും. ദിസ് ടെക്നിക്ക് ഈസ് നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ മൂവീസ് ബട്ട് ഓൾസോ ഇൻ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് കാർട്ടൂൺ ഷോസ്. അതായത് ആനിമേഷൻ മൂവീസിൽ മാത്രമല്ല, അഡ്വർടൈസ്മെൻറ്റിനും കാർട്ടൂൺ ഷോസിനും ഒക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? വോയിസ് ചേഞ്ച് ചെയ്തൊക്കെ ആർട്ടിസ്റ്റ് സംസാരിക്കാറുണ്ട്. സോ ദ നെക്സ്റ്റ് ടൈം യു ഹിയർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ സ്പീക്കിംഗ്, യു വിൽ നോ ഇറ്റ്സ് എ പേഴ്സൺ ഗിവിങ് വോയിസ് ടു ദാറ്റ് ക്യാരക്ടർ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഈ ആനിമേഷൻ മൂവിയൊക്കെ കാണുമ്പം ലയണും മങ്കിയും ഒക്കെ സ്പീക്ക് ചെയ്യുന്ന കാണാം അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഓരോ ഹ്യൂമൻ ബീയിങ് ആണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാണ് ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നത്. അതാണ് ഫാക്ട് വൈസിൽ. നെക്സ്റ്റ് ഈസ് മൈനിങ്. എന്താണ് മൈനിങ്?
Our country has many kinds of minerals such as iron, coal, mica, manganese and petroleum. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട്. മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരുമ്പ്, പിന്നെ കോള്, കൽക്കരി, മൈക്ക എന്ന് പറയുന്ന ഒരു മെറ്റീരിയലുണ്ട്, നമ്മുടെ ആസ്പെറ്റോസൊക്കെ. പിന്നെ മാംഗനീസ്, അതൊരു മെറ്റലാണ്. പിന്നെ പെട്രോളിയത്തിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടും. പെട്രോൾ, ഡീസൽ, കറോസിൻ, അല്ലേ, ടാറ്, വാക്സ്, ഇതെല്ലാം അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്ന എവിടെയാണ്? ദീസ് ആർ ഫൗണ്ട് ഡീപ്പ് ഇൻസൈഡ് ദി എർത്ത്. നമ്മുടെ മണ്ണിനടിയിൽ ആഴത്തിലാണ് ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ്സ് ഉള്ളത്. ദ ഡിഗിങ് അപ്പ് ഓഫ് ദ മിനറൽസ് ഫ്രം ഇൻസൈഡ് ദി എർത്ത് ഈസ് കോൾഡ് മൈനിങ്. ഇനി ഇതെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ കുഴിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് പുറത്തേക്ക് എടുക്കും. അവർ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരത് വെളിയിലോട്ടെടുക്കും, ഡിഗ് ചെയ്തെടുക്കും, കുഴിച്ചത് മേളിലോട്ട് കൊണ്ടുവരും മിനറൽസൊക്കെ. ഈ പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈനിങ്? ദ ഡിഗിങ് അപ്പ് ഓഫ് മിനറൽസ് ഫ്രം ഇൻസൈഡ് ദി എർത്ത്. അതായത് നമ്മുടെ ഭൂമിക്കടിയിലുള്ള മിനറൽസിനെ കുഴിച്ച് മുകളിൽ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനാണ് മൈനിങ് എന്ന് പറയുന്നത്. പീപ്പിൾ മൈൻ ഇൻ ഏരിയാസ് ദാറ്റ് ആർ റിച്ച് ഇൻ മിനറൽസ്. അതായത് എവിടെയൊക്കെയാണ് ഈ മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ് ഉള്ളതെന്ന് അവർ കണ്ടെത്തും. അവിടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? മൈൻ ചെയ്യുന്നത്. ഒഡീഷ, രാജസ്ഥാൻ, കർണാടക, ഛത്തീസ്ഗഡ് ആൻഡ് ജാർഖണ്ഡ് ആർ സം ഓഫ് ദ സ്റ്റേറ്റ്സ് വെയർ മൈനിങ് ഈസ് ഡൺ. മൈനിങ് ചെയ്യുന്ന ചില സ്റ്റേറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒഡീഷ, രാജസ്ഥാൻ, കർണാടക, ഛത്തീസ്ഗഡ് ആൻഡ് ജാർഖണ്ഡ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റൽസ്, ഫ്യൂവൽസ് ആൻഡ് കെമിക്കൽസ് ആർ ടേക്കൺ ഔട്ട് ഫ്രം മിനറൽസ്. ഇനി നമ്മൾ എടുക്കുന്ന മിനറൽസിൽ നിന്ന് ഒരുപാട് മെറ്റൽസും ഫ്യൂവൽസും പിന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറേ കെമിക്കൽസും ഒക്കെ എടുക്കാറുണ്ട്. ദി മെറ്റൽസ് ആർ യൂസ് ടു മേക്ക് മെഷീൻസ്, റെയിൽവേ എൻജിൻസ്, ബൈസൈക്കിൾസ്, എറോപ്ലെയിൻസ്, ബ്രിഡ്ജസ്, ബസ്സസ്, ഷിപ്സ്, സ്വിങ് മെഷീൻസ്, കാർസ് ആൻഡ് മെനി അതർ തിങ്സ്. നമുക്കറിയാം മെറ്റൽ, അല്ലേ, ലോഹങ്ങളെന്ന് പറയാം മലയാളത്തിൽ. മെറ്റൽസ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മെഷീൻസ്, റെയിൽവേ എൻജിൻസ്, ബൈസൈക്കിൾ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സൈക്കിളിൻ്റെ പാർട്ടൊക്കെ മെറ്റലാണ്. എയറോപ്ലെയിന്, പിന്നെ ബ്രിഡ്ജസ്, പാലം, ബസ്സസ്, ഷിപ്പ്, സ്വിങ് മെഷീൻ, തയ്യൽ മെഷീന്, കാറ്, മെനി അതർ തിങ്സ്. ഇതെല്ലാം മെറ്റൽസിൽ നിന്നാണ്. അപ്പം ഈ മൈനിങ് ചെയ്തിട്ടെടുക്കുന്ന ഈ മിനറൽസിൽ നിന്ന് ഒരുപാട് മെറ്റൽസ് കിട്ടും, ഫ്യൂവൽസ് കിട്ടും, കെമിക്കൽസൊക്കെ നമുക്ക് കിട്ടും. ഇനിയും ഈ മെറ്റൽസ് ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്? മെഷീൻസ്, റെയിൽവേ എൻജിൻസ്, ബൈസൈക്കിൾസ്, എറോപ്ലെയിൻസ്, ബ്രിഡ്ജസ്, ബസ്സസ്, ഷിപ്സ്, സ്വിങ് മെഷീൻസ്, കാർസ് ആൻഡ് മെനി അതർ തിങ്സ്. ഇനി അതർ ഒക്കുപ്പേഷൻസ്. there are many people who sell, make or supply things. ഇനി കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നവരും ഉണ്ടാക്കുന്നവരും, അല്ലേ, സപ്ലൈ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ദേ ആർ കോൾഡ് ബിസിനസ്മെൻ. അവരെ നമുക്ക് ബിസിനസ്മെൻ എന്ന് വിളിക്കാം. there are also people such as lawyers, chefs, authors, accountants who provide different services. ഇനി അത് കൂടാതെ ലോയേഴ്സ്, വക്കീൽ, ഷെഫ്, അതായത് നല്ല കുക്ക്, പിന്നെ ഓതേഴ്സ്, ബുക്സൊക്കെ എഴുതുന്നവർ, അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ബാങ്കിലെ കണക്കൊക്കെ നോക്കുന്ന ആൾക്കാർ. അങ്ങനെ പല സർവീസസ് അവർ ചെയ്യുന്നുണ്ട്, പല പ്രൊഫഷൻസ് ഉണ്ട്. ബിസൈഡ്സ് ദീസ്, ഇത് കൂടാതെ ദർ ആർ പീപ്പിൾ ഹു ആർ ആക്ടേഴ്സ്, ഡാൻസേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് പെയിൻറ്റേഴ്സ്. ഇനി ഇത് കൂടാതെ വേറെ ഏതൊക്കെ ഫീൽഡുണ്ട്? ആക്ടേഴ്സ് ഉണ്ട്, ആക്ട് ചെയ്യുന്നവരുണ്ട്, അത് അവരുടെ ഒരു പ്രൊഫഷനാണ്. ദെൻ ഡാൻസേഴ്സ്, റൈറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്. പീപ്പിൾ വർക്ക് ഇൻ ഓഫീസസ്, ഫാക്ടറീസ് ഓർ ഈവൻ അറ്റ് ഹോം, അല്ലേ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ ഫാക്ടറീസ് പോകുന്നവരുണ്ട്, വീട്ടിൽ ഇരുന്ന് ഓരോ വർക്കൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യുന്നവരുണ്ട്. അപ്പം ഡിഫറെൻറ്റ് അതർ ഒക്കുപ്പേഷൻസും ഉണ്ട്. ഓൾ ഒക്കുപ്പേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി എല്ലാ ഒക്കുപ്പേഷൻസും നമുക്ക് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ പീപ്പിൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ്സും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത്. ഇനി താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. പീപ്പിൾ ഹു ഹെൽപ്പ് മീ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെയാണ്. പോലീസ്മാൻ ഉണ്ട്, ടീച്ചർ, ഡോക്ടർ, പോസ്റ്റ്മാൻ. ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നതാണ്? ഹെൽപ്പ് ചെയ്യുന്നവരാണ്, അല്ലേ. നമുക്ക് ഡിഫറെൻറ്റ് പ്രൊഫഷനിലുള്ളവരെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ലെസൺ റീഡ് ചെയ്യുക. മിസ് ഇനി ഒരു ടെസ്റ്റ് പേപ്പർ ഈ വീക്കിൽ തരുന്നുണ്ട്. ഇന്ന് മിസ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം. എല്ലാവരും നന്നായിട്ട് നോട്ട്സൊക്കെ എഴുതുക, ടെസ്റ്റ് പേപ്പറൊക്കെ എഴുതുക, ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.